ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോറിൽ മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SSC ജൂനിയർ എഞ്ചിനീയർ എക്സാം, അതുപോലെ തന്നെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം. ഇതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ നോൺ ടെക്നിക്കൽ പാർട്ട് എങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാൻ എന്നുള്ളത് ഒന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ജൂനിയർ എഞ്ചിനീയർ എക്സാം ആയതുകൊണ്ട് തന്നെ ഇത് കാണുന്ന കുട്ടികൾ കൂടുതലും ടെക്നിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾ കേരള PSC പോലെയുള്ള നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പ്രത്യേകിച്ച് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സ് ഒക്കെ ബ്രാഞ്ചിലുള്ള കുട്ടികൾക്ക് കേരള PSCയിൽ ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ RRB അതുപോലെ തന്നെ SSC റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയും അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുടെയും സാധ്യതകൾ കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഇത് വർഷാവർഷം നടത്തുന്ന പരീക്ഷയാണ്. കേരള PSC പോലെ ഒരു റാങ്ക് ലിസ്റ്റിന് 3 വർഷത്തെ കാലാവധി അല്ല ഇവിടെ ഉള്ളത്. എല്ലാ വർഷവും RRBയും SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമും ഇനി മുതൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല 1000-ൽ പരം ഒഴിവുകളാണ് വർഷാവർഷം ഇവർ കണ്ടക്ട് ചെയ്യുന്ന എക്സാംസിനകത്ത് ഉള്ളത്. അപ്പോൾ എല്ലാ വർഷവും അത്രത്തോളം ഒഴിവുകൾ വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ നടത്തി പോരുന്നുണ്ട്. മാത്രമല്ല സാലറിയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് നമ്മുടെ കേരള PSC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 70,000-ന് മുകളിൽ സാലറി കിട്ടുന്ന ജോലിയാണ് ഈ പറയുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമും ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയും സാലറി കിട്ടുന്ന, വർഷാവർഷം പരീക്ഷകൾ നടത്തുന്ന, ഇത്രയും ഒഴിവുകളുള്ള ഒരു സാധ്യത നിങ്ങൾ ഈ പറഞ്ഞ ഡിപ്ലോമയും BTechും കഴിഞ്ഞിരിക്കുന്ന കുട്ടികളുടെ മുന്നിലുള്ളപ്പോൾ ആ അവസരങ്ങൾ നിങ്ങൾ മിസ്സാക്കരുത് എന്നാണ് എനിക്ക് ആമുഖമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. കാരണം പല കുട്ടികൾക്കും കേരള PSC കണ്ടക്ട് ചെയ്യുന്ന ടെക്നിക്കൽ പരീക്ഷകൾ മാത്രമാണ് അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. നല്ല കാര്യമാണ്. പക്ഷേ ആ ടെക്നിക്കൽ എക്സാംസ് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് സമയം നിങ്ങൾ ഡെയിലി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് സമയം നിങ്ങൾ ഈ പറയുന്ന നോൺ ടെക് വിഷയങ്ങൾ പഠിക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷാവർഷം നടക്കുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമും SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമും പുട്ടുപോലെ അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ എന്നുള്ളത് ഇവിടെ ഒന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ, ഈ പറയുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, SSC ജൂനിയർ എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, അതിൻ്റെ പ്രധാനപ്പെട്ട നാൾ വഴികൾ, എന്നായിരിക്കും എക്സാം, ഇനി എത്ര ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്, അപ്പോൾ എന്നോട്ട് പഠിച്ചു തുടങ്ങണം, പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര സമയം നമുക്ക് കിട്ടും തുടങ്ങിയ കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കും. അതിനുശേഷം എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും, കേരള PSC പോലെ ഉള്ള പരീക്ഷയല്ല RRB എക്സാം ആയിക്കോട്ടെ, ജൂനിയർ ഈ പറയുന്ന SSC എക്സാം ആയിക്കോട്ടെ. അപ്പോൾ എക്സാമിൻ്റെ പാറ്റേൺ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. കട്ട് ഓഫ് എത്രയായിരുന്നു എന്നുള്ളത് അത് എല്ലാ കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഞാൻ എത്ര മാർക്ക് സ്കോർ ചെയ്താലാണ് സേഫ് ആവുക എന്നൊരു സംശയം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തെ RRB JEE ആയിക്കോട്ടെ, SSC JEE ആയിക്കോട്ടെ, എൻ്റെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് വെച്ചുകൊണ്ട് നമ്മളൊരു അനാലിസിസ് നടത്തുന്നുണ്ടായിരിക്കും. അതിനുശേഷം എക്സാമിൻ്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടായിരിക്കും. ആൻഡ് സിലബസിന് അനാലിസിസ് നടത്തുന്നുണ്ടായിരിക്കും. അതിൽ നിന്നും നമ്മൾ എത്തിപ്പെടുന്ന കുറച്ച് കൺക്ലൂഷൻസ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് പ്യുവർലി നോൺ ടെക്നിക്കൽ പെർസ്പെക്റ്റീവിലൂടെയുള്ള ഒരു സ്റ്റഡി പ്ലാനും ഒരു അനാലിസിസും ഒരു സിലബസ് അനാലിസിസും കൺക്ലൂഷനുമാണ് ഞാനിവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കൽ പാർട്ട് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിനും SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമിനും ടെക്നിക്കൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനുമായിട്ട് നമ്മുടെ മണിശങ്കർ മാഷ് ഉടനെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ നോൺ ടെക്നിക്കൽ സൈഡിലുള്ള ഭാഗം, അല്ലെങ്കിൽ ആ വീഡിയോ, അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ പോർഷൻസ് എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് SSC JEEയുടെ കേസിൽ നോട്ടിഫിക്കേഷനകത്ത് തന്നെ SSC JEE 2025 കാര്യമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. RRB JEE 2025 കാര്യമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ SSC JEEയുടെ കാര്യത്തിൽ ഓൾറെഡി അവരുടെ നോട്ടിഫിക്കേഷനകത്ത് പേപ്പർ 1 അഥവാ ടയർ 1 ഒന്നാമത്തെ ടയർ പരീക്ഷ എന്ന് നടത്തുമെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ അവർ നോട്ടിഫിക്കേഷനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒക്ടോബർ 27 മുതൽ 31 ദിവസങ്ങളിലായിട്ട് SSC JEE കണ്ടക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. പേപ്പർ 2ൻ്റെ കേസിൽ ജനുവരി ടു ഫെബ്രുവരിയാണ് അവർ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SSC JEEക്ക് പേപ്പർ 1 പരീക്ഷയ്ക്ക് നിങ്ങളുടെ മുന്നിൽ ഇനി 3 മാസമാണ് കഷ്ടിയുള്ളത്, അഥവാ 90 ദിവസമാണ് നിങ്ങളുടെ മുന്നിൽ ഉള്ളത്. RRB JEEയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസംബറിൽ നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇതുവരെ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസമാണ് 2025 ALP പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. കലണ്ടർ പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 2025 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. കൃത്യം 2 മാസം കഴിഞ്ഞ് ജൂൺ 2025 നമുക്ക് ഏത് എക്സാം വന്നിരിക്കുകയാണ്, ടെക്നീഷ്യൻ
ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ആ കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലെങ്കിലും നമുക്ക് എന്തിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം? ഓഗസ്റ്റ് മാസമെങ്കിലും ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് JEEയുടെ റിസൾട്ടും ഓൾറെഡി വന്നു, CBT 2ൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഓൾറെഡി തുടങ്ങി, അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പല RRBസിലും ഓൾറെഡി DBയുടെ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ബാംഗ്ലൂർ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. ചെന്നൈയുടെ വരുന്ന ദിവസങ്ങളിൽ തന്നെ വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. DBയുടെ ഡേറ്റ് പെട്ടെന്ന് തന്നെ വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓഗസ്റ്റിൽ തന്നെ പ്രതീക്ഷിക്കാം. ഏത്? RRB JEEയുടെ നോട്ടിഫിക്കേഷൻ. RRB JEE കഴിഞ്ഞ വർഷം എക്സാം കണ്ടക്ട് ചെയ്തത് ഡിസംബർ മാസമാണ് ടയർ 1 എക്സാം കണ്ടക്ട് ചെയ്തത്. ഏപ്രിൽ മാസമാണ് ടയർ 2 എക്സാം കണ്ടക്ട് ചെയ്തത്. അപ്പോൾ വർഷാവർഷം പരീക്ഷ നടത്തുന്ന മുറയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ വർഷവും നമുക്ക് ആ ഒരു രീതിയിൽ ഡേറ്റ് എക്സ്പെക്ട് ചെയ്യാം, ഏറ്റവും ചുരുങ്ങിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എത്ര ദിവസമുണ്ട്? 150 ദിവസമാണ് RRB JEE പഠിക്കാനായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ SSC JEEക്ക് നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ എക്സാം കഴിയുന്നതിന് മുന്നേ തന്നെ RRB JEEയുടെ എക്സാം ഉണ്ടായിരിക്കും. അങ്ങനെ അതൊരു കറക്റ്റായിട്ട് നിങ്ങൾക്ക് പഠിച്ച ഒന്നും തന്നെ വെറുതെ ആയിരിക്കില്ല. കാരണം ഈ എക്സാമിന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെയും പഠിക്കാനുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു വർഷം തന്നെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് കയറി കൂടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാലും. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇത് എക്സാമിൻ്റെ പാറ്റേൺ ആണ്. അപ്പോൾ എക്സാമിൻ്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ SSC JEEയുടെ പാറ്റേൺ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. SSC JEEയുടെ പേപ്പർ 1 ആണ് ഇത്രയും ഭാഗം. പേപ്പർ 1ന് 200 മാർക്കാണുള്ളത്. 2 മണിക്കൂറിൻ്റെ പരീക്ഷ, 120 മിനിറ്റ് കൊണ്ട് 200 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. അതിൽ 100 മാർക്കാണ് ടെക്നിക്കൽ എന്ന് പറയുന്നത്. 100 മാർക്കാണ് ടെക്നിക്കൽ എന്ന് പറയുന്നത്. ബാക്കി 100 മാർക്ക് എന്ന് പറയുന്നത് നോൺ ടെക്നിക്കലാണ്. ബാക്കി 100 മാർക്ക് എന്ന് പറയുന്നത് നോൺ ടെക്നിക്കലാണ്. അതിൽ 50 മാർക്ക് GK ഉണ്ട്, 50 മാർക്ക് റീസണിങ് ഉണ്ട്. ആൻഡ് പേപ്പർ 1 നോട്ട് ക്വാളിഫയിങ്. ഇത് ക്വാളിഫയിങ് എന്നുള്ള നേച്ചറിലല്ല, മറിച്ച് എന്താണ്, ഇത് റാങ്ക് നിശ്ചയിക്കുന്നത് കൂടെയാണ്. എന്തിൻ്റെ കേസിൽ? SSC JEEയുടെ കേസിൽ. RRB JEEയിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടയർ 1 അല്ലെങ്കിൽ പേപ്പർ 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കലാണ്. ഇവിടെ ടെക്നിക്കൽ വിഷയമില്ല നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ആൻഡ് ഇത് ക്വാളിഫയിങ് ആണ്. അതായത് ഇതിൻ്റെ മാർക്ക് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നില്ല, പക്ഷേ ഇത് ക്വാളിഫയിങ് ആണ്. ഇതിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ടെക്നിക്കൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട് 2 പേപ്പർ 2 എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റുള്ളൂ. എവിടെ? RRB ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ. SSC ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ 2 പേപ്പർ ഉണ്ട്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. ആൻഡ് രണ്ടിൻ്റെയും മാർക്ക് കൗണ്ട് ചെയ്യും. പേപ്പർ 1ൽ 100 മാർക്കിന് നിങ്ങൾക്ക് എന്ത് പഠിക്കാനുണ്ട്? നോൺ ടെക്നിക്കലി പഠിക്കാനുണ്ട്. ബാക്കി 100 മാർക്കിന് ടെക്ക് പഠിക്കാനുണ്ട്. പിന്നെ പേപ്പർ 2ൽ 300 മാർക്കിനാണ് നിങ്ങൾക്ക് ടെക്ക് പഠിക്കാനുള്ളത്. ഇവിടെയാണെന്നുണ്ടെങ്കിലോ പേപ്പർ 1 100 മാർക്ക് 90 മിനിറ്റ് ആണുള്ളത്. അത് കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കലാണ് ആൻഡ് ഇറ്റ് ഈസ് ക്വാളിഫയിങ് ഇൻ നേച്ചർ. ആൻഡ് പേപ്പർ 2ൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 150 മാർക്കാണ്. 150 മാർക്കിൽ 50 മാർക്ക് നോൺ ടെക് ആണ് ഈ കാണുന്നത്. 50 മാർക്ക് നോൺ ടെക് ആണ്, ബാക്കി 100 മാർക്കാണ് ടെക്നിക്കൽ വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ടെക്നിക്കൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ കാണുന്നതും ഇതും ടെക്നിക്കലാണ്. ഇത് രണ്ടിനും സെയിം ആണ്. നിങ്ങളുടെ ട്രേഡ് അനുസരിച്ച് നിങ്ങൾക്ക് സിലബസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. നോൺ ടെക്നിക്കൽ സിലബസ് ആണ് ഞാൻ ഇവിടെ ഈ ഒരു കളറിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് MCQ ആണ്, ഇവിടെയും കമ്പ്യൂട്ടർ ബേസ്ഡ് MCQ ആണ്. 50 മാർക്കിന് GK നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഇവിടെ 15 മാർക്കിന് GK പഠിക്കാനുണ്ട്. 50 മാർക്കിന് റീസണിങ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഇവിടെ 25 മാർക്കിൻ്റെ റീസണിങ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആൻഡ് 15 മാർക്കിൻ്റെ GK നിങ്ങൾക്ക് ടയർ 2ലും പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി 30 മാർക്കിനാണ് നിങ്ങൾക്ക് ജനറൽ സയൻസ് എവിടെ പഠിക്കാനുള്ളത്? RRB JEEക്ക് പഠിക്കാനുള്ളത്. ഇതേ ജനറൽ സയൻസ് തന്നെ ഈ 50 മാർക്കിൻ്റെ GKക്കകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സയൻസ് നിങ്ങൾ RRB JEEക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ സയൻസ് നിങ്ങൾക്ക് SSC JEEക്ക് ഉപകാരപ്രദമാകും. GK നിങ്ങൾ ഇവിടെ പഠിച്ചാൽ ആ GK നിങ്ങൾക്ക് RRB JEEക്ക് ഉപകാരപ്രദമായിരിക്കും. മാത്സ് നിങ്ങൾ പഠിച്ചാൽ മാത്സ് നിങ്ങൾക്ക് അവിടെ ഉപകാരപ്രദമായിരിക്കും, RRB JEEക്ക് ഉപകാരപ്രദമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ SSC JEEക്ക് കൃത്യമായിട്ട് ഈ സിലബസ് കംപ്ലീറ്റ് പഠിച്ചിട്ടുള്ള കുട്ടിക്ക് ഓൾമോസ്റ്റ് 90% നിങ്ങളുടെ RRB JEEയുടെ സിലബസ് കവറായി എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ രീതിയിൽ രണ്ടും നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിനുശേഷം നമ്മൾ കട്ട് ഓഫിലേക്കാണ് കിടക്കുന്നത്. SSC ജൂനിയർ എഞ്ചിനീയർ എക്സാം 2024 കട്ട് ഓഫാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. സിവിലിൻ്റെ കട്ട് ഓഫും ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കലിൻ്റെ കട്ട് ഓഫുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതും കമ്മ്യൂണിറ്റി വൈസ് കട്ട് ഓഫ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കട്ട് ഓഫാണ്? പേപ്പർ 1ൻ്റെ കട്ട് ഓഫാണ്. പേപ്പർ 1ൻ്റെ കട്ട് ഓഫാണ്. പേപ്പർ 1 എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് എത്രയാണ്? 200 മാർക്കിലാണ് പരീക്ഷ. അതിൽ 100 മാർക്ക് എന്താണ്? ടെക്നിക്കലാണ്. ബാക്കി 100 മാർക്ക് എന്താണ്? നോൺ ടെക്നിക്കലാണ്. കട്ട് ഓഫ് വന്ന മാർക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാണ്. SSC ജൂനിയർ എഞ്ചിനീയർ എക്സാം നിങ്ങൾക്ക് ക്വാളിഫൈ ആവണമെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ മാത്രം പഠിച്ചാൽ നിങ്ങൾ ക്വാളിഫൈ ആയിരിക്കില്ല. കാരണം കട്ട് ഓഫ് എല്ലാം തന്നെ 100ന് മുകളിലാണ്. 100ന് മുകളിലാണെന്ന് മാത്രമല്ല, ഇപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കലിൻ്റെ കട്ട് ഓഫിൽ ജനറൽ കട്ട് ഓഫ് എടുത്തു കഴിഞ്ഞാൽ 132 മാർക്കാണ് കട്ട് ഓഫ്.
ഇത് കട്ട് ഓഫ് മാർക്കാണ്. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, കട്ട് ഓഫ് ക്ലിയർ ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ SSC JEക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. എത്രത്തോളം മാർക്ക് നിങ്ങൾ വാങ്ങിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടും. നിങ്ങൾക്ക് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്ന പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയും കൂടും. അപ്പോൾ ആ രീതിയിൽ SSC JEയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ അതുകൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ ചുരുങ്ങിയത് സേഫ് സ്കോർ എന്ന് പറയുന്നത് 140 മാർക്കിന് മുകളിലാണ്. SSC JEയിലെ പേപ്പർ 1ൽ 140 മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നിങ്ങളുടെ കയ്യിൽ ടെക്നിക്കൽ സോളിഡ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 2ൽ ഈ പറഞ്ഞ പോലെ ഒരു ആവറേജ് മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട്. SSC JEയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 140 മാർക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നോൺ ടെക് പഠിക്കാതെ നടക്കില്ല. ടെക് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും SSC JE ക്ലിയർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ RRB JEയുടെ CBT 1ൻ്റെ കട്ട് ഓഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കട്ട് ഓഫ് CBT 1. അപ്പോൾ RRB JEക്ക് ഒരു പ്രത്യേകതയുണ്ട്. RRB JE നമുക്ക് 32 പോസ്റ്റുകളിലേക്കായിട്ടാണ് കഴിഞ്ഞ വട്ടം എക്സാം കണ്ടക്ട് ചെയ്തത്. ഓരോ പോസ്റ്റിനും ഓരോ കമ്മ്യൂണിറ്റിക്കും വ്യത്യസ്ത കട്ട് ഓഫ് ആണ്. ഓരോ പോസ്റ്റിനും ഓരോ കമ്മ്യൂണിറ്റിക്കും വ്യത്യസ്ത കട്ട് ഓഫ് ആണ്. ഞാനപ്പോൾ അതിലെ റേഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. മിനിമം കട്ട് ഓഫ് തൊട്ട് മാക്സിമം കട്ട് ഓഫ് വരെയുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ആൻഡ് 21 RRBകളിലായിട്ടാണ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 RRBകളുടെ കട്ട് ഓഫാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ചെന്നൈയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മിനിമം കട്ട് ഓഫ് ജനറൽ വന്നിട്ടുള്ളത് 56 മാർക്കും ഏറ്റവും മാക്സിമം വന്നിട്ടുള്ളത് 78 മാർക്കുമാണ്. മുംബൈയിലാണെന്നുണ്ടെങ്കിൽ 64 മാർക്കും 80 മാർക്കുമാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഇത് ഔട്ട് ഓഫ് 100 ആണ്. ആൻഡ് ഇതിലൊരു കാര്യം നിങ്ങൾക്ക് അറിയാം, ഇതെന്താണ്, ക്വാളിഫയിങ് ആണ്. ഇതിൻ്റെ മാർക്ക് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നില്ല. പക്ഷേ ഇത്രയും മാർക്ക് വാങ്ങിച്ചാലേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ക്വാളിഫൈ ആവുള്ളൂ. ട്രിവാൻഡ്രം ആണെങ്കിൽ 64 മുതൽ 72 വരെയാണ്. ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിൽ 59 മുതൽ 74 വരെയാണ്. സെക്കന്ദരാബാദ് ആണെങ്കിൽ 61 മുതൽ 82 വരെയാണ്. ഇതിൽ EWF കട്ട് ഓഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും താരതമ്യേന ജനറലായിട്ട് വളരെ കുറവാണ്. OBC കട്ട് ഓഫ് ജനറലിൽ നിന്ന് ഒരു 3 മാർക്ക് കുറവിനാണ് നമുക്ക് OBC കട്ട് ഓഫ് സാധാരണഗതിയിൽ കാണുന്നത്. SC ആൻഡ് ST കട്ട് ഓഫുകൾ അതനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ RRB JE ടയർ 1 ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു സേഫ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സേഫ് സ്കോറിൻ്റെ അർത്ഥം 77 മാർക്ക് വാങ്ങിച്ചാൽ RRB JEയുടെ എല്ലാ പോസ്റ്റും നിങ്ങൾ ക്ലിയർ ആയെന്നല്ല. RRB JEയുടെ ഏതെങ്കിലുമൊക്കെ പോസ്റ്റിൽ നിങ്ങൾക്ക് കയറിക്കൂടാൻ പറ്റും. നിങ്ങളൊരു ജനറലുകാരനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നോർമലൈസ്ഡ് മാർക്കാണ്, റോ സ്കോർ അല്ല. നോർമലൈസേഷനൊക്കെ ശേഷം നിങ്ങൾക്ക് 77 മുകളിൽ മാർക്ക് നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് RRBയിൽ അപ്ലൈ ചെയ്താലും ഏതെങ്കിലുമൊക്കെ പോസ്റ്റിൽ നിങ്ങൾക്ക് കയറിക്കൂടാനുള്ള മാർക്ക് ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഇത്രയും മാർക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എത്രത്തോളം പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഓൾറെഡി നേരത്തെ മാർക്ക് കാണിച്ചു തന്നു, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചു തന്നു അല്ലേ. അപ്പോൾ അവിടെയും നോൺ ടെക് ഉണ്ട്. RRB JEയിലും നോൺ ടെക് പോർഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ടയർ 1 കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കലാണ്. അപ്പോൾ ആ ടയർ 1ൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള അത്രയും പോർഷൻസ് പഠിച്ച് അതിനകത്ത് ഇത്രയും മാർക്ക് വാങ്ങിച്ചാലാണ് ടയർ 2 നിങ്ങൾ സോളിഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ പോർഷൻ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും മാർക്കെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ നോൺ ടെക്കിൽ വാങ്ങിക്കണം എന്നുള്ളതാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതാണ് എക്സാമിൻ്റെ സിലബസ്. ഇത് SSC JEയുടെ നോൺ ടെക്നിക്കൽ സിലബസ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 100 മാർക്കിൻ്റെ സിലബസ് ആണ്. ഇതിനകത്ത് എന്തുണ്ട്, റീസണിങ് പാർട്ടുണ്ട്, ജനറൽ അവയർനെസ് പാർട്ടുമുണ്ട്. ഇത് 50 മാർക്കിനാണ് ചോദിക്കുന്നത്. ആൻഡ് ഇത് 50 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇത് ഞാൻ ഡീകോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോ ടോപ്പിക്സിനും ഡിവൈഡ് ചെയ്തിട്ട് ഈ 50 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് കൂടെ നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ കാണാം. അപ്പോൾ ഇതാണ് SSC JEയുടെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോൺ ടെക്കിൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് RRB JEയുടെ നോൺ ടെക്കിൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. RRB JEയുടെ CBT 1ൻ്റെ സിലബസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്. ഇപ്പുറത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ പോലെ സയൻസ് എന്ന് പറയുന്നത് ജനറൽ അവയർനെസ്സിനകത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ സയൻസ് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ വ്യത്യാസം. ആൻഡ് നിങ്ങൾ CBT 2ൻ്റെ മാർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ജനറൽ അവയർനെസ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇവിടെ ജനറൽ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്തില്ല, ലൈഫ് സയൻസ് ഇല്ലാതെ ഫിസിക്സും കെമിസ്ട്രിയും മാത്രമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ടി വരും. ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ടി വരും. ബാക്കി ഇവിടെ പഠിച്ചാൽ നിങ്ങൾ ഇവിടെ ജനറൽ അവയർനെസ് പഠിക്കുന്നത് 15 മാർക്കിനല്ല, നിങ്ങളെ CBT 2നുള്ള 15 മാർക്കിനും കൂടെ ചേർത്ത് 30 മാർക്കിനാണ് നിങ്ങൾ പഠിക്കുന്നത്. സയൻസ് നിങ്ങളിവിടെ പഠിക്കുന്നത് 30 മാർക്കിനല്ല, CBT 2ലുള്ള ഈ പറഞ്ഞ പോലെ ഉള്ള 15 മാർക്ക് കൂടെ ചേർത്ത് 45 മാർക്കിനാണ് നിങ്ങൾ സയൻസ് പഠിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി
ഇതാണ് റീസണിങ്ങിൻ്റെയും മാത്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഒരു 15 ടോപ്പിക്സ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 15 ടോപ്പിക്ക് തന്നെയാണ് SSC JEEയുടെ റീസണിങ്ങിനും RRB JEEയുടെ റീസണിങ്ങിനും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം ഈ 15 ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ ഈ 15 ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. ഇപ്പോൾ SSC JEE ആണെന്നുണ്ടെങ്കിൽ റീസണിങ്ങിന് 50 മാർക്കാണ്. നിങ്ങളുടെ മുന്നിൽ 90 ദിവസമുണ്ട്. നിങ്ങളൊരു 20 ദിവസം എടുക്കുക, അല്ലെങ്കിൽ ഒരു 15 ദിവസം എടുക്കുക. ഒരു ദിവസം ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്നത് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണെന്ന് അങ്ങ് മനസ്സിൽ വിചാരിക്കുക. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് ചുമ്മാ യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ട് അതിൽ കാണുന്ന വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ വീഡിയോസ് നിങ്ങളൊന്ന് പഠിച്ച് അതിൻ്റെ കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കി വെക്കുക. ആൻഡ് അതിനുശേഷം എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. സിമ്പിളാണ്. ഓരോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ കൺസെപ്റ്റ് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. RRB JEEയുടെ മാത്സിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കൺസെപ്റ്റ് പഠിക്കുന്നതിന് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെക്കുക. കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ആ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള PYQs ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നെറ്റിൽ. അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 സബ്ജക്റ്റും, പ്രത്യേകിച്ച് നമ്മൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളാണ്, നിങ്ങൾ ഡിപ്ലോമയും ബിടെക് ഒക്കെ പഠിച്ചിരിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ സയൻസ്, മാത്സ്, റീസണിങ് തുടങ്ങിയ വിഷയങ്ങൾ കുറച്ച് താരതമ്യേന മറ്റു കുട്ടികളെ അപേക്ഷിച്ചിടത്തോളം നിങ്ങൾക്ക് എളുപ്പമായിരിക്കേണ്ടതാണ്. അപ്പോൾ മാത്രമല്ല ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നവരുള്ളൂ. പ്രത്യേകിച്ച് മാത്സ് പോലുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ ന്യൂമറിക്കൽസ് വിത്തൗട്ട് കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുമ്പോൾ ടെക്നിക്കലിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ്, ന്യൂമറിക്കൽസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. കാരണം നിങ്ങളിവിടെ വിത്തൗട്ട് കാൽക്കുലേറ്റർ ആണ് ഈ പറഞ്ഞ എല്ലാ പ്രോബ്ലംസും ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കൂടെ നിങ്ങൾ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ കാണുന്നതാണ് നമ്മുടെ ജനറൽ അവയർനെസ്സിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. RRB JEEയുടെ CBT 1-ൻ്റെയും CBT 2-ൻ്റെയും 2024 മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം എക്സാം കണ്ടക്ട് ചെയ്യുന്നത് CBT 1-ലും CBT 2-ലും GK 15 മാർക്കിനാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആ 15 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ കറണ്ട് അഫെയർ 4 മുതൽ 5 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15-ൽ ബാക്കി 10 ചോദ്യമാണ് ലെഫ്റ്റ്. ബാക്കിയുള്ളത് 5 ചോദ്യം കറണ്ട് അഫെയർ ആണ്. ഈ 5 ചോദ്യം കറണ്ട് അഫെയറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പോർട്സിൽ നിന്ന്, സയൻസ് ആൻഡ് ടെക്കിൽ നിന്ന്, അവാർഡ്സിൽ നിന്ന്, ഇൻഡിസസിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനർത്ഥം എന്താ, പിന്നെ വരുന്ന ചോദ്യം വളരെ റാൻഡം ആണ്. അപ്പോൾ നിങ്ങൾ കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ പല കുട്ടികളും പറയുന്നത് കറണ്ട് അഫെയർ പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഭയങ്കര ബൾക്കിയല്ലേ, പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്സാവുന്നത് 5 മാർക്കാണ്. അപ്പോൾ പഠിക്കുമ്പോൾ സെലക്ട് ചെയ്ത് പഠിക്കുക. ആ സെലക്റ്റീവ് ആയിട്ടുള്ള പോർഷൻസിൽ നിന്ന് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് PYQ നോക്കി കാണാനായിട്ട് പറ്റും. നിങ്ങൾ സ്പോർട്സ് വൃത്തിയിൽ പഠിക്കുക. വിംബിൾഡൺ കിട്ടിയത്, T20 വേൾഡ് കപ്പ് കിട്ടിയത്, വുമൻസിൻ്റെ, അതുപോലെ തന്നെ മെന്നിൻ്റെ ഈ പറഞ്ഞ എല്ലാ സംഭവം നോക്കുക. Under-19 വേൾഡ് കപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിലാണെന്നുണ്ടെങ്കിൽ ISRO, അതുപോലെ തന്നെ നമ്മുടെ ജാപ്പനീസ് സ്പേസ് ഏജൻസി, യൂറോപ്യൻ സ്പേസ് ഏജൻസി, നാസ, ഇവരൊക്കെ വിട്ടിട്ടുള്ള റോക്കറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഡിഫൻസിൻ്റെ എന്തെങ്കിലും മിസൈൽസും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് പഠിച്ചു വയ്ക്കുക. അവാർഡുകൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, നമ്മുടെ നൊബൽ പ്രൈസുകൾ, അതുപോലെ തന്നെ പത്മശ്രീ, പത്മവിഭൂഷൺ തുടങ്ങിയ അവാർഡുകൾ, അങ്ങനെ വരുന്ന അവാർഡ്സ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇൻഡിസസ്, ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള റാങ്കുകൾ, ഇന്ത്യയുടെ റാങ്കുകൾ, സ്റ്റേറ്റിൻ്റെ റാങ്കുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇങ്ങനെ ഒരു 3-4 ടോപ്പിക്കുകൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. പുറത്തുനിന്ന് വരുന്ന ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ 5 മാർക്ക് കറണ്ട് അഫെയർ ചോദിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു 2-3 മാർക്ക് ഈ 4 ടോപ്പിക്ക് പഠിച്ചാൽ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു അസറ്റാണ്. നിങ്ങളെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു എഡ്ജ് കൂടുതലില്ലേ. അപ്പോൾ ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ടോപ്പിക്കിലെയും നിങ്ങൾ സ്മാർട്ടായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. എന്ത് പഠിച്ചാൽ എനിക്ക് മാർക്ക് കൂടുതൽ കിട്ടും, അത് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അല്ലാതെ നോൺ ടെക് എന്ന് പറയുന്നത് വളരെ വാസ്റ്റാണ്. ടെക്നിക്കലിനേക്കാൾ ഒരുപടി വാസ്റ്റ്നെസ് കൂടുതലുള്ള സബ്ജക്റ്റാണ് നോൺ ടെക്. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി, പൊളിറ്റി ഒക്കെ പഠിച്ചാലും തീരില്ല. അപ്പോൾ അതെങ്ങനെ പഠിക്കണം, എന്തിനെ ഫോക്കസ് ചെയ്യണം, എത്രത്തോളം ആഴത്തിൽ പഠിക്കണം, എങ്ങനെയാണ് നമ്മൾ അതിനെ കറക്റ്റായിട്ട് പറയുക ടോപ്പിക്സ് സെലക്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ളതൊക്കെ സ്മാർട്ടായിട്ട് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ജോഗ്രഫി 1 മുതൽ 2 ചോദ്യങ്ങൾ വരെയാണ് നമുക്ക് RRB JEE കാണാനായിട്ട് സാധിക്കുന്നത്. സ്റ്റാറ്റിക് GKയിൽ വീണ്ടും സ്പോർട്സ്, പ്ലേസ്, പേഴ്സണാലിറ്റീസ്, ഇന്ത്യാസ് ഫസ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ പ്രധാനമന്ത്രി, ഏറ്റവും ആദ്യത്തെ ഈ പറഞ്ഞ പോലെ വനിതാ മുഖ്യമന്ത്രി, വനിതാ പ്രധാനമന്ത്രി, വനിതാ ജസ്റ്റിസ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഹിസ്റ്ററി, പൊളിറ്റി എന്നൊക്കെ 1-2 ചോദ്യങ്ങളാണ്. എക്കണോമിക്സിൽ നിന്നും താരതമ്യേന ചോദ്യങ്ങൾ കുറവാണ്. ജനറൽ സയൻസ് CBT 1-ൽ 30 മാർക്കാണ്.
അപ്പോൾ ഈ 30 മാർക്കിൽ ആരൊക്കെ വരും? ഫിസിക്സ് വരും, കെമിസ്ട്രി വരും, ലൈഫ് സയൻസ് വരും. 10 മാർക്ക് വെച്ചിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്ന് CBT 1 നമ്മുടെ JEE ചോദ്യം ഉണ്ടായിരിക്കും. CBT 2 ഫിസിക്സും കെമിസ്ട്രി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഫിസിക്സ്, കെമിസ്ട്രി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിടെക്കുകാരായതുകൊണ്ട് അല്ലെങ്കിൽ ഡിപ്ലോമക്കാരായതുകൊണ്ട് തന്നെ ഫിസിക്സും കെമിസ്ട്രിയിലും നിങ്ങൾക്ക് ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ഫിസിക്സിലെങ്കിലും നിങ്ങൾക്ക് ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് സോൾവ് ആക്കുക, ആ മാർക്ക് കൈവിട്ട് പോവാതെ നോക്കുക. ബയോളജി നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ 10ാം ക്ലാസ്സിന് ശേഷം ബയോളജി പാഠപുസ്തകം തുറന്നു നോക്കാത്ത ആളുകളായിരിക്കും, അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്തവരായിരിക്കും. എഫേർട്ട് ഇട്ട് പഠിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം സോൾവ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന വീഡിയോസ് മാത്രം കണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും കുത്തിക്കുറിച്ചുണ്ടാക്കുന്ന നോട്ടുകൾ മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരുപാട് ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺ കിട്ടും എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ളത് വെറുതെ നമ്മൾ എന്ത് ചെയ്യാം? തള്ളിക്കളയുക. അപ്പോൾ ബയോളജി പക്ഷേ വിട്ട് കളയരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യണം. പക്ഷേ അതെങ്ങനെ കവർ ചെയ്യണം? സ്മാർട്ടായിട്ട് കവർ ചെയ്യണം. നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പുള്ള ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള അധികം എന്താ പറയുന്നത് കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സംഭവങ്ങൾ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായിട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് നോക്കുക. ബയോളജിയിൽ ഒരുപാട് ടേംസ് ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടുപരിചയം പോലും ഉണ്ടാവില്ല, നിങ്ങൾ കേൾക്കാത്തതായിരിക്കും. കാരണം +2 പലരും ബയോളജി പഠിച്ചിട്ടുള്ള കുട്ടികളാണെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? അവിടെയൊക്കെ PYQs നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള PYQs മാത്രം പഠിച്ചു പോകാനായിട്ട് നോക്കുക. അതും സമയം അനുവദിക്കുകയാണെങ്കിൽ മാത്രം. കാരണം CBT 1 മാത്രമേ ഇവിടെ വെയിറ്റേജ് ഉള്ളൂ. നമ്മുടെ SSC ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ സയൻസിൽ 13 മുതൽ 15 ചോദ്യങ്ങളാണ് ജനറൽ സയൻസിൽ നിന്ന് ചോദിക്കുന്നത്. ഇതിൽ തന്നെ 15 ചോദ്യമാണ് മാക്സിമം വന്നിരിക്കുന്നുണ്ടെങ്കിൽ 5 മാർക്കാണ് ബയോളജിയുടെ ചോദ്യങ്ങൾ. ബാക്കി 5 ഫിസിക്സിനും കെമിസ്ട്രിക്കും കിട്ടും. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചാൽ SSC ജയിക്കും, RRB ജയിക്കും, നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ബയോളജിയും പഠിക്കുന്നവന് ഉപകാരമാണ്. പക്ഷേ അത് എത്രത്തോളം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടെ അവിടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. ആൻഡ് കറണ്ട് അഫെയർ നിങ്ങൾക്ക് SSC ജയിക്കും. കറണ്ട് അഫെയർ ഈ പറഞ്ഞ പോലെ 6 മുതൽ 7 മാർക്ക് വരെയാണ്. അവിടെയും സ്പോർട്സ് അവാർഡ്സ് സ്കീംസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. പിന്നെ റാൻഡം ആയിട്ടുള്ളതുണ്ട്. പക്ഷേ സ്പോർട്സ് അവാർഡ് സ്കീം, സയൻസ് ആൻഡ് ടെക്, ഇന്ത്യ സെസ് തുടങ്ങിയ സംഭവങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് മാർക്ക് കിട്ടും. കാരണം അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന മേഖലയാണ്. ജോഗ്രഫിയിൽ 4 മുതൽ 5 ചോദ്യങ്ങൾ വരെ ചോദിക്കുന്നുണ്ട്. ഹിസ്റ്ററിയിൽ ഈ പറഞ്ഞ പോലെ 4 തൊട്ട് 5 വരെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സ്റ്റാറ്റിക് GKയിൽ സ്പോർട്സ്, പ്ലേസ്, പേഴ്സണാലിറ്റീസ്, ഇന്ത്യ ഫസ്റ്റ് അവിടെ നിന്നൊക്കെ ഈ പറഞ്ഞ പോലെ 4 തൊട്ട് 5 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പൊളിറ്റി 5 ചോദ്യത്തോളം ഉണ്ട്. എക്കണോമിക്സ് 5 ചോദ്യത്തോളം ഉണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 1 മുതൽ 2 ചോദ്യങ്ങൾ വരെ ഇവിടെ നമുക്ക് SSC ജെയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. RRB ജെയ്ക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് 10 മാർക്കാണ് ടയർ 2-ലുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടർ നിങ്ങൾ ഇവിടെ SSC ജെയ്ക്ക് വേണ്ടി പഠിച്ചാലും വേസ്റ്റ് ആവില്ല. നമുക്ക് RRB ജെയുടെ CBT 2-ൽ നമുക്ക് അത് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ RRB ജെയുടെ ടയർ 2-നകത്തും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ സിലബസുകൾ എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ കോമൺ ആണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കൺക്ലൂഷൻസ്? 1, റീസണിങ്, GK, സയൻസ്, കറണ്ട് അഫയേഴ്സ് എന്നിവ 2 പരീക്ഷയ്ക്കും കോമൺ ആണ്. 2, മാത്സ് RRB ജെയ്ക്ക് മാത്രമാണ് ഉള്ളത്. അതും 30 മാർക്കിന് മാത്സ് പഠിക്കാനുണ്ട്. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് 30 മാർക്കിന് നിങ്ങൾക്ക് മാത്സ് പഠിക്കാനുണ്ട്. SSC ജെയ്ക്ക് എന്തില്ല? മാത്സ് ഇല്ല. ടെക്നിക്കൽ ടോപ്പിക്സും തുടക്കം മുതലേ പഠിക്കണം, എങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SSC ജെയ്ക്ക് നിങ്ങളുടെ മുന്നിൽ 90 ദിവസമാണ്, RRB ജെയ്ക്ക് 150 ദിവസമാണ് നമ്മൾ ഇപ്പോൾ കരുതിയിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ എന്താ പറയുന്നത്, പ്രത്യേകിച്ച് RRB ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ടയർ 2-ൽ മാത്രമാണ് എന്തുള്ളത്? ടെക്നിക്കൽ പാർട്ടുള്ളത്. ഇപ്പോൾ ടയർ 1 ക്ലിയർ ചെയ്യാനായിട്ട് ഞങ്ങളിപ്പോൾ നോൺ ടെക് മാത്രം പഠിച്ചാൽ പോരെ എന്ന് വിചാരിച്ചിട്ട് കുറേ സമയം നോൺ ടെക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്കോർ ചെയ്യേണ്ട ടെക്നിക്കൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ തുടക്കം തൊട്ടേ എന്ത് ചെയ്യണം? ടെക്നിക്കൽ കൂടെ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കൺക്ലൂഷൻസ്, ഇതിനകത്തുനിന്ന് എത്തിപ്പെടാൻ പറ്റുന്ന കൺക്ലൂഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ? എങ്ങനെയായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? 1, ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും പഠിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ഇത് പറയുമ്പോൾ പലർക്കും വിഷമം ഉണ്ടായിരിക്കാം, മുഷിച്ചിൽ തോന്നാം. കാരണം ചിലർ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. 8 മണിക്കൂറൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുന്ന ഒരു സ്വപ്നമായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അവരവരുടെ പൊട്ടൻഷ്യൽ, അവരവരുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് കണ്ടെത്താവുന്ന മാക്സിമം സമയം കണ്ടെത്തുക. അതിപ്പോൾ കേരള PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, എല്ലാവർക്കും ജോലി അത്യാവശ്യമാണ്. ജോലിക്ക് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ മാത്രം സാഹചര്യമാണ്. അതിന് എനിക്കത്ര സമയമില്ല, അതുകൊണ്ട് പറ്റില്ല എന്നൊന്നും വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. പറ്റുന്ന അത്രയും സമയം നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക. ഞാനൊരു ഐഡിയൽ ആയിട്ടുള്ളൊരു ടൈമാണ് പറയുന്നത്. ഒരു ആവറേജ് ശരാശരി ഒരു സ്റ്റുഡൻറ്റിന് നിങ്ങളൊരു 8 മണിക്കൂർ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിച്ച് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വർഷം തന്നെ RRB ജെയ്യോ SSC ജെയ്യോ ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ്.
ഇതിൽ കുറവ് സമയം കിട്ടുന്നവർ ക്ലിയർ ചെയ്യില്ല എന്നുള്ളതല്ല, നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ജോലിക്ക് പോയിട്ടും വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെയുള്ള ജോലികൾ അവർക്ക് പറ്റുന്ന സമയങ്ങളിൽ കുത്തിയിരുന്ന് പഠിച്ച് നേടിയിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ മുന്നിൽ തന്നെ എക്സാമ്പിൾസ് ആയിട്ടുണ്ട്. സോ ഇത് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കേസ് മാത്രമാണ്. ഇതിങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച്, നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനൊരു ഗൈഡ് ലൈൻസ് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഐഡിയലി ഒരു 7-8 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം. അതിൽ 4 മണിക്കൂറെങ്കിലും ടെക്നിക്കലി പഠിച്ചേ പറ്റൂ. പകുതി സമയം നിങ്ങൾ ടെക്നിക്കലിന് മാറ്റി വെക്കണം. SSC JEE ആണെന്നുണ്ടെങ്കിൽ SSC JEEയുടെ മാർക്ക് ഔട്ട് ഓഫ് 500 ആണ് ടോട്ടൽ മാർക്ക്. 500-ൽ നിങ്ങളെ 400 മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? ടെക്നിക്കലാണ്. SSC JEEയിൽ 500-ൽ 400 മാർക്ക് ടെക്നിക്കലാണ്. RRB JEEയിൽ 150 മാർക്കിൽ 100 ടെക്നിക്കലാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഇവിടെ 80% മാർക്കും ഇവിടെ 66% മാർക്കും ടെക്നിക്കലിനാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്തിൻ്റെ പകുതിയിലധികം സമയമെങ്കിലും നിങ്ങൾ ടെക്നിക്കലി പഠിക്കാതെ നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ബാക്കിയുള്ള 4 മണിക്കൂറാണ് നിങ്ങൾ നോൺ ടെക്നിക്കൽ സബ്ജക്ട്സ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയുള്ള റിമൈനിങ് ആയിട്ടുള്ള 4 മണിക്കൂർ നിങ്ങൾ നോൺ ടെക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ നോൺ ടെക്കിൽ എങ്ങനെ പഠിക്കണം? മാത്സിനും റീസണിങ്ങിനും കൂടെ 2 മണിക്കൂർ മാറ്റി വയ്ക്കുക. അപ്പം ബാക്കി നിങ്ങളുടെ മനസ്സിൽ എത്ര സമയമാണുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര സമയമാണുള്ളത്? 4 മണിക്കൂറാണുള്ളത്. ആ 4 മണിക്കൂറിൽ 2 മണിക്കൂർ മാത്സിനും റീസണിങ്ങിനും വേണ്ടി മാറ്റി വയ്ക്കുക. കാരണം വെയിറ്റേജ് കൂടുതലാണ്, പ്രാക്ടീസ് അത്യാവശ്യമായിട്ടുള്ള സബ്ജക്റ്റാണ്. ഇനി ബാക്കിയുള്ള റിമൈനിങ്, അപ്പോൾ 4 മണിക്കൂറിൽ 2 മണിക്കൂർ കഴിച്ച് ബാക്കി 2 മണിക്കൂറാണ് നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്നത്. അത് എന്തിനു വേണ്ടി മാറ്റി വയ്ക്കുക? ജനറൽ നോളേജ് അഥവാ ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, അതാണ് GS എന്ന് പറയുന്നത്, ജനറൽ സയൻസ്, കറണ്ട് അഫയേഴ്സ്, ഈ 3 പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അതിൽ തന്നെ കൂടുതൽ പ്രയോറിറ്റി ഫിസിക്സിനും കെമിസ്ട്രിക്കും കൊടുക്കുക. SSC JEEക്ക് ഫിസിക്സിനും കെമിസ്ട്രിയിൽ നിന്ന് മാത്രം 10 മാർക്കും RRB JEEക്ക് ഏകദേശം 20, 15, 35 മാർക്കും നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചാൽ മാത്രം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയും വെയിറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ ഫിസിക്സും കെമിസ്ട്രിക്കും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. ബയോളജിക്ക് PYQs സോൾവ് ചെയ്യുക. ബയോളജിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PYQs സോൾവ് ചെയ്യുക. SSC JEEക്ക് കറണ്ട് അഫെയർ പഠിക്കാനിരിക്കുമ്പോൾ ചുരുങ്ങിയത് 6 മാസത്തെ കറണ്ട് അഫെയർ നിങ്ങൾ പഠിച്ചാൽ മതി. കാരണം വർഷാവർഷം നടത്തുന്നതായതുകൊണ്ട് തന്നെ അവരുടെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന 6 മാസം വരെയുള്ള കറണ്ട് അഫെയർസാണ് SSC JEE കൃത്യമായിട്ട് ചോദിച്ചു വരുന്നത്. RRB JEE പക്ഷേ ചില സമയങ്ങളിൽ RRB ഈ പറഞ്ഞ പോലെ മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു വർഷത്തെ കറണ്ട് അഫെയർ എങ്കിലും RRBക്ക് JEEക്ക് നിങ്ങൾ ചുരുങ്ങിയത് പഠിക്കണം. 2 വർഷം മുന്നേയുള്ള കറണ്ട് അഫെയർ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് 1 വർഷം മുന്നേ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ചുരുങ്ങിയത് 1 വർഷമാണ് RRB JEEയുടെ കറണ്ട് അഫെയർസിൻ്റെ വെയിറ്റേജ്. 6 മാസം മുന്നേയുള്ള കറണ്ട് അഫെയർസ് നിങ്ങൾ SSC JEEക്ക് പഠിച്ചാൽ മതി. RRB JEE ആണെന്നുണ്ടെങ്കിൽ 1 വർഷം വരെയുള്ള കറണ്ട് അഫെയർസെങ്കിലും പഠിക്കുക. ഇനി GKയുടെ കാര്യം, GKക്ക് എന്ത് ചെയ്യും? 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള NCERTs ആണ് നിങ്ങൾ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. പലരും ലൂസ് ആൻഡ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് റാങ്ക് ഫയലുകൾ പലരും സജസ്റ്റ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾ ഇതിന് മുന്നേ നോൺ ടെക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ജനറൽ PSCയോ അതുപോലെയുള്ള SSC CGLോ RRBയുടെ NTPC പോലെയുള്ള പരീക്ഷകളോ ഒന്നും പ്രിപ്പയർ ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് പഠിച്ചു തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റിയ പുസ്തകങ്ങൾ NCERT പാഠപുസ്തകങ്ങൾ തന്നെയാണ്. ഞാൻ ഓൾറെഡി നമ്മുടെ ഡീകോഡിങ് NCERT സീരീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് NCERT പാഠപുസ്തകങ്ങളുടെ പ്രസക്തിയെ പറ്റിയിട്ട്, അതിനകത്ത് നിന്ന് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അതായത് RRBക്കൊക്കെ അക്കമിട്ട് NCERTയിൽ നിന്നും വരികൾ അവരെന്ത് ചെയ്യാറുണ്ട്, ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ഹിസ്റ്ററി, പൊളിറ്റി തുടങ്ങിയ സബ്ജക്റ്റുകൾക്കൊക്കെ. അപ്പോൾ 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ വായിക്കുക സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അതിനുശേഷം എന്ത് ചെയ്യുക? ക്ലാസ്സുകൾ കാണുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള മാരത്തോൺസ് ഒക്കെ കാണാൻ പറ്റി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ആൻഡ് അതിനകത്ത് നിന്ന് കുഞ്ഞ് നോട്ടുകൾ നിങ്ങൾ സെറ്റപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾ നോട്ട് മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോൺ ടെക് പഠിക്കുന്ന സമയത്ത്. പ്രത്യേകിച്ച് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള നോട്ടുകൾ നിങ്ങളുടെ കൈവശം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് വെറുതെ ആയിരിക്കും. കാരണം എക്സാമിൻ്റെ സമയത്ത് റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ പ്രോസസ്സിൽ കൂടെ പോവുക. 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ വീണ്ടും ഇരുന്ന് വായിക്കുക, ക്ലാസ്സുകൾ വീണ്ടും ഇരുന്ന് കാണുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ കുറിച്ച് വെച്ചിട്ടുള്ള ചെറിയ നോട്ടുകൾ ഇത് കാണുന്ന കൂട്ടത്തിൽ സെറ്റപ്പ് ചെയ്ത് എടുക്കുക. ആ നോട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിൻ്റെ സമയത്ത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നോൺ ടെക് നിങ്ങൾ പഠിച്ചെടുക്കുക. SSC JEEക്കും RRB JEEക്കും ഒരുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 എക്സാംസും ക്ലിയർ ചെയ്യാവുന്നതാണ് ഈ വർഷം തന്നെ.
ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ അങ്ങ് ഉറപ്പിക്കുക. ഇനി പൊതുവിൽ നോൺ ടെക്നിക്കൽ സബ്ജക്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SSC JEE ആയിക്കോട്ടെ RRB JEE ആയിക്കോട്ടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സിലബസ് കവറേജ് വേണം. സിലബസിൽ ഒരു ടോപ്പിക്കും പഠിക്കാതെ പോകരുത്, സ്കിപ്പ് ചെയ്യരുത്. കാരണം എല്ലാത്തിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള വെയിറ്റേജ് ഉണ്ട്. പക്ഷെ പഠിക്കാനിരിക്കുമ്പോൾ ഇത് പാടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമാണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സിലബസ് എന്തായാലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം, അതിന് വേണ്ടി ഫൗണ്ടേഷൻ ക്ലാസ്സുകളും കൺസെപ്റ്റ് ക്ലാസ്സുകളും നിങ്ങൾ കണ്ടെത്തണം. ചിലതിന് ഫൗണ്ടേഷൻ ആവശ്യമാണ്. ഇപ്പോൾ മാത്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, ബിടെക്കുകാരായിക്കോട്ടെ, നമ്മുടെ അടുത്തുള്ള കുട്ടികൾ കഴിഞ്ഞ വർഷം തന്നെ RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ കോഴ്സ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ വന്ന് ചോദിച്ചിട്ടുണ്ട് മാത്സിന് ഫൗണ്ടേഷൻ ക്ലാസ് ഉണ്ടായിരിക്കുമോ എന്നുള്ളത്. കാരണം ചിലപ്പോൾ പഠനം കഴിഞ്ഞ് കുറച്ച് കാലം വർക്കൊക്കെ ചെയ്തതിന് ശേഷം SSCക്കോ RRBക്കോ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരിക്കാം. അപ്പോൾ മാത്സിൻ്റെ ടച്ചൊക്കെ പോയി LCM HCF കണ്ടുപിടിക്കുക, വർക്ക് ടൈം കണ്ടുപിടിക്കുക, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. അത് കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്കറിയാം നമ്മളെ മുന്നത്തെ പോലെ ഇങ്ങനെ സോൾവ് ചെയ്ത് ഡിവിഷനൊക്കെ സോൾവ് ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതിനുള്ള സമയം നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് ഷോർട്ട് കട്ട്സ് വേണം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ ചിലപ്പോൾ ചില ഏരിയാസ് കവർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യം വരും. ഫൗണ്ടേഷൻ മാത്രം പഠിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിന് മുകളിലേക്ക് കൺസെപ്റ്റുകൾ സെറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ LCM HCF എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ LCM എന്താണ് HCF എന്താണെന്നുള്ളതൊക്കെ പഠിച്ചു, അതിൻ്റെ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് പഠിച്ചു. അതുകൊണ്ട് ആ ടോപ്പിക്ക് തീരില്ല. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ LCM HCF വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്ക് ടൈമിൻ്റെ പ്രോബ്ലം ചെയ്യാം, പൈപ്പ്സ് ആൻഡ് സിസ്റ്റമിൻ്റെ പ്രോബ്ലം ചെയ്യാം അല്ലേ. അപ്പോൾ ആ രീതിയിൽ അപ്ലിക്കേഷൻ ലെവലിലേക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതാണ് ഫൗണ്ടേഷൻസ് ആൻഡ് കൺസെപ്റ്റ് ക്ലാസ്സസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം PYQ ആൻഡ് റിവിഷൻ മാരത്തോൺസ്. നിങ്ങൾ കൺസെപ്റ്റ് സോളിഡ് ആയി, നിങ്ങളുടെ ഫൗണ്ടേഷൻ സോളിഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചെയ്യണം. ഇനി നമ്മുടെ ജനറൽ അവയർനെസ് GK പോലുള്ള ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാരത്തോൺസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. PYQs ഉൾപ്പെടുത്തിയിട്ടുള്ള ഹിസ്റ്ററിയുടെ ഏൻഷ്യൻ്റ് ഇന്ത്യ തൊട്ട് അങ്ങ് മോഡേൺ ഇന്ത്യ വരെയുള്ള, പൊളിറ്റിയുടെ ഈ പറഞ്ഞ പോലെ മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ട് ഭരണഘടനയുടെ മൊത്തത്തിലുള്ള ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, ജോഗ്രഫിയിൽ തന്നെ വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി മാപ്പിംഗ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ അങ്ങനെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തുകൊണ്ടുള്ള മാരത്തോൺസ് ഒക്കെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനേക്കാൾ എല്ലാത്തിനേക്കാൾ ഉപരിയാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആഫ്റ്റർ ഓൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി പഠിച്ച സംഭവങ്ങൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടെസ്റ്റുകൾ എടുക്കണം. മാക്സിമം ടെസ്റ്റ് സീരീസുകൾ എടുക്കണം. അതിൽ ഓരോ ടോപ്പിക്കിന് ടെസ്റ്റ് എടുക്കുക, സബ്ജക്റ്റിന് ടെസ്റ്റ് എടുക്കുക, ആൻഡ് ഫുൾ ടെസ്റ്റ് എടുക്കുക, ഫുൾ മോക്ക് എടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് നമുക്ക് നമ്മുടെ മാത്രം ഇപ്പോൾ നമ്മൾ സ്കോർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന സ്പെഷ്യാലിറ്റീസാണ്, പ്രത്യേകിച്ച് നോൺ ടെക്നിക്കലിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന 2 സ്പെഷ്യൽ സീരീസുകളാണ് PWF ആൻഡ് RWF സീരീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കി കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ള വീഡിയോസ് കൂടെ ഒന്ന് കണ്ടുപോകുക. എന്താണ് പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാക്കൽറ്റിയുടെ കൂടെ മാത്സിനും റീസണിങ്ങിനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണിത്. ഫാക്കൽറ്റിയുടെ കൂടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മാത്സിൻ്റെ ചോദ്യമോ റീസണിങ്ങിൻ്റെ ചോദ്യമോ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫാക്കൽറ്റി ചിന്തിക്കുന്ന രീതി എങ്ങനെയാണ്, ഈ ഞാൻ ചിന്തിക്കുന്ന രീതിയും ഒരു അധ്യാപകൻ ചിന്തിക്കുന്ന രീതിയും എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. റിവിഷൻ വിത്ത് ഫാക്കൽറ്റി അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു GKയുടെ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. ആ ചോദ്യം കണ്ടുമ്പോൾ തന്നെ നമ്മുടെ ബോധം പോകുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിനകത്ത് കണ്ടിട്ടില്ല, PYQ സോൾവ് ചെയ്തപ്പോൾ കണ്ടിട്ടില്ല. പക്ഷേ ആ ചോദ്യത്തെ കുറച്ച് നേരം കൂടെ ഒന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1-2 ട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട്, 1-2 ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റിന് ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിൽ അതിന് ചില ട്രിക്സുകൾ, ചില കുറുക്ക് വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കുറുക്ക് വഴികളൊക്കെ അടങ്ങുന്നതാണ് RW സീരീസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ ലഭ്യമാണ്, നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും മെത്തേഡുകൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് PWF RWF നമ്മൾ കൊടുക്കുന്ന സീരീസ് ആയതുകൊണ്ട് അവിടെ ഇട്ടുന്നുള്ളൂ. ഇത്തരത്തിൽ എന്ത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ MCQ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ ഈ രീതിയിൽ ഉള്ള ഒരു ടോട്ടൽ കവറേജിലൂടെ നിങ്ങൾക്ക് നോൺ ടെക്നിക്കൽ സബ്ജക്ട്സ് ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ RRB JEE ആയിക്കോട്ടെ, SSC JEE ആയിക്കോട്ടെ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള PSCക്കൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ SSCയുടെയും RRBയുടെയും ഈ സാധ്യതകൾ മനസ്സിലാക്കുക. വർഷാവർഷം വരുന്ന പരീക്ഷയാണ്, ഒരുപാട് വേക്കൻസികളുണ്ട്, സാലറി കൂടുതലാണ്. ഈ നോൺ ടെക്നിക്കലിന് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ മാറ്റി വയ്ക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും പരീക്ഷ നടത്തുന്നതാണ് അല്ലേ, ഒരിക്കലും നിങ്ങൾക്കത് നഷ്ടമാവില്ല. മാത്രമല്ല ഈ നോൺ ടെക് വിഷയങ്ങൾ നിങ്ങൾക്ക് മാത്സ് റീസണിങ് നിങ്ങളുടെ കയ്യിൽ സോളിഡ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ NTPC പരീക്ഷ ഫോർ എക്സാമ്പിൾ ഒരു നോൺ ടെക്നിക്കൽ പരീക്ഷയാണ് NTPC എന്ന് പറയുന്നത്, ടെക്നിക്കലേ അല്ല. NTPC പരീക്ഷയുടെ ടയർ 1 എന്ന് പറയുന്നതിൽ 30 മാർക്ക് മാത്സ്, 30 മാർക്ക് റീസണിങ്, 40 മാർക്കിന് GK ആണ്. ഇതിന് മാത്സ് റീസണിങ്.
അപ്പോൾ ഓൾറെഡി മാത്സ് റീസണിങ് നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. 40 മാർക്കിന് GK ആണ് NTPC ഉള്ളത്. അതിലൊരു 15 മാർക്കിൻ്റെ GK നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ എക്സാം വരെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കുക. ഈ പറഞ്ഞ ഒരു റിവിഷൻ പ്ലാൻ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഇനി നമ്മൾ ഈ രീതിയിലുള്ള അനാലിസിസിലൂടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ഈ പറഞ്ഞ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിനും SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമിനും നമ്മൾ സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. കൃത്യമായിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ എക്സാമിനും RRB JE ആയിക്കോട്ടെ, SSC JE ആയിക്കോട്ടെ, മറ്റേത് നോൺ ടെക്നിക്കൽ എക്സാം ആയിക്കോട്ടെ, ടെക്നിക്കൽ എക്സാംസ് ആയിക്കോട്ടെ, എക്സാമിനെ അറിഞ്ഞ് അതിനെ മനസ്സിലാക്കി അതിൻ്റെ ഓരോ പോയിന്റുകൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിക്കുന്നുണ്ട്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്ന ക്ലാസ്സുകളും അങ്ങനെ തന്നെയായിരിക്കും. എക്സാം അറിഞ്ഞിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടായിരിക്കുക. എല്ലാ എക്സാമിനും കൂടി ഒരു ഒറ്റ ക്ലാസ് എന്നുള്ള പ്രിൻസിപ്പിൾ അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓരോ എക്സാമിനും ആ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് എന്താണ് ആവശ്യം അത് നിങ്ങൾക്ക് വേണ്ടി തരിക എന്നുള്ളതാണ്. അല്ലാത്തത് പഠിക്കേണ്ടാത്ത ഭാഗമാണെങ്കിൽ അത് പഠിക്കേണ്ട എന്ന് തന്നെ നമ്മൾ പറയും. വെയിറ്റേജ് കൊടുക്കേണ്ട ഭാഗമാണെങ്കിൽ അതിന് വെയിറ്റേജ് കൊടുക്കണമെന്ന് നമ്മൾ പറയും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ നമ്മുടെ ക്ലാസ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ടയർ 1ൻ്റെയും ടയർ 2ൻ്റെയും നോൺ ടെക്നിക്കൽ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി നമ്മൾ പൊതുവിൽ 5 ബാച്ചാണ് നമ്മൾ നിലവിൽ റണ്ണിങ് ആയിട്ടുള്ളത്. അതിൽ നോൺ ടെക്നിക്കൽ മാത്രം പഠിക്കണമെന്നുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബാച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി ടെക്നിക്കലിൽ ഇലക്ട്രോണിക്സ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഇലക്ട്രോണിക്സ് ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ മാത്രമായിട്ടുള്ള ബാച്ച് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ടെക്നിക്കലിൻ്റെ ഇലക്ട്രിക്കൽ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ബാച്ച് ഉണ്ട്. കോംപ്രിഹെൻസീവ് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നോൺ ടെക്കും കാണും. അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. കോംപ്രിഹെൻസീവ് ഇലക്ട്രോണിക്സ് ബാച്ച് ഉണ്ട്. അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിന് പുറമെയാണ് SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ടെക്നിക്കലും നോൺ ടെക്നിക്കലും അടങ്ങിയിട്ടുള്ള പേപ്പർ 1ൻ്റെ ഫുൾ സിലബസ് കവറേജ് ഉള്ള കോഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ് RRB SSC ജൂനിയർ എഞ്ചിനീയറിൻ്റെ ബണ്ടിൽ ബാച്ച്. അതായത് RRB എക്സാമിനും SSC എക്സാമിനും നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാം. അതിൻ്റെ വ്യത്യസ്തതകൾ, അതിൻ്റെ അതുപോലെ തന്നെ സാമ്യം, എവിടേക്കാണ് ഒരുപോലെയുള്ളത്, എവിടേക്കാണ് മാറ്റമുള്ളത്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ബണ്ടിൽ ബാച്ചാണ് RRB ആൻഡ് SSC ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. അതിന് ടെക്നിക്കലും നോൺ ടെക്നിക്കൽ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇലക്ട്രോണിക്സിനും ഇലക്ട്രിക്കൽ കുട്ടികൾക്കും എന്ത് ചെയ്യാവുന്നതാണ്, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ്, ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കലിൻ്റെ ഫീച്ചേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രീമിയം പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് ഉണ്ടായിരിക്കുക. റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. ടെസ്റ്റുകൾ കൃത്യമായൊരു ടോപ്പിക്, സബ്ജക്റ്റ് ആൻഡ് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടായിരിക്കും. നോൺ ടെക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കറണ്ട് അഫെയർ സീരീസസ് ഉണ്ടായിരിക്കും. കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. നമ്മുടെ മാത്സിനും റീസണിങ്ങിനും വേണ്ടിയിട്ട് PWF പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസ് ഉണ്ടായിരിക്കും. ക്യൂ കാർഡ്സ് ഉണ്ടായിരിക്കും. ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നോൺ ടെക്നിക്കൽ സൈഡിൽ നിങ്ങളെ എൻറിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അതിൽ ടോട്ടൽ പാക്കേജ് തന്നെയുണ്ട്. ടെക്നിക്കൽ ക്ലാസ്സസ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സ്കോർ അക്കാഡമിയുടെ ടെക്നിക്കൽ ക്ലാസ്സിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ റിസൾട്ട്സ് എല്ലാം നമ്മുടെ ക്ലാസ്സസിനെ പറ്റി സംസാരിക്കുന്നു. നമ്മുടെ റിസൾട്ടുകളാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. ഓക്കെ, ഇവിടെ ടെക്നിക്കൽ ക്ലാസ് കാണുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് CTQ സീരീസും RTQ സീരീസും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സീരീസുകളാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെ എല്ലാ രീതിയിലും ടെക്നിക്കലായിക്കോട്ടെ നോൺ ടെക്നിക്കലായിക്കോട്ടെ 2 മേഖലയിലും നിങ്ങളെ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ് ഈ പുതിയ RRB SSC JE ബണ്ടിൽ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.